പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 39ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ബഹ്റൈനിൽ നിന്ന് വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ അൽഫോൺസ എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ ജെയിംസ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യം മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ വിശ്വസ്താപൂർവം പാലിക്കുന്ന മകൾക്ക് സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി നടത്തിക്കൊടുത്തൊരു വിഷയമാണ്. ഞാൻ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയമല്ല, മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് ഒരു ത്യാഗപ്രവൃത്തി ചെയ്യാമെന്ന് ഈ മകള് ആലോചിച്ചപ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എപ്രകാരമാണ് മരിയൻ ഉടമ്പടിയിലിരിക്കുന്ന ഈ മകളെ ദൈവപിതാവ് സന്ധിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സംഭവം ഇപ്രകാരമാണ്. ഈ മകൾ ആദ്യമായിട്ടാണ് ഈശോയുടെ കുരിശുമരണത്തോട് അവിടുത്തെ പീഡകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേളാങ്കണ്ണിയിൽ നിങ്ങൾ പലരും ചെയ്തിട്ടുള്ള ഒരു വിശ്വാസ സാക്ഷ്യ പ്രഖ്യാപന സാക്ഷ്യമാണ്, അതായത് മുട്ടിൽ നിറങ്ങി പള്ളിയിലെത്തുക എന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നിരുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവിടെ എല്ലാവരും മുട്ടിൽ നീന്തി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തോടുള്ള സഹനങ്ങളോട് ചേർന്ന് ആ മുട്ടേ നീന്തി കൊന്ത ചെല്ലി മുട്ടേ നീന്തി പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഇങ്ങനെ ഈ ഒരു വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് മുട്ടിൽ നിറങ്ങുമ്പോൾ പകുതി വെച്ച് ഈ മകൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഞാൻ അത് തുടങ്ങി ഒരു പകുതി പോലും എത്തിയില്ല. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ കൊന്തയെല്ലാം പോയിട്ട് എനിക്കൊരു വാക്ക് പോലും പറയാൻ പോലും പറ്റുന്നില്ല. ഇത് നമ്മുടെ ഈ ലോക ജീവിതത്തിനോട് ഭൂമിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മരിയൻ ഉടമ്പടിയിലൊക്കെ വിശ്വസ്താപൂർവം മുന്നേറുമ്പോഴും അതേപോലെ അടിക്കടി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് പാറമേൽ പണിത ഒരു ഭവനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്തായി 7:24 അനുസരിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇളകി വീഴുവാൻ, അതുമല്ലെങ്കിൽ നിങ്ങൾ നിലംപതിക്കാൻ ദൈവപിതാവ് അനുവദിക്കുകയില്ല. അപ്പോൾ ഈ മകള് ഇതേപോലെ ഇങ്ങനെയൊരു മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാതാവിൻ്റെ സഹായം തേടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, സഞ്ചാരി മാതാവേ, അമ്മയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. അമ്മ ഈശോയോട് ഒന്ന് പറഞ്ഞ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അമ്മ പോയതല്ലേ, അമ്മ ഈശോയ്ക്ക് കരുത്ത് പകർന്നതല്ലേ, എന്നെയും അതിൻ്റെ അവസാനം വരെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ എനിക്കൊരു വചനം ഈശോ തന്നു. വചനം ഇപ്രകാരമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മംഗളവാർത്താ വചനം. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും എന്നുള്ള വലിയൊരു തിരുവചനം. നമുക്കറിയാവുന്ന പോലെ ഗബ്രിയേൽ ദൂതൻ ദൈവപിതാവിനാൽ അയക്കപ്പെട്ടിട്ടാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ദൈവപിതാവിൻ്റെ തന്നെ സന്ദേശമാണത്. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതേപോലെ മുമ്പോട്ട് എങ്ങനെ എന്നൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, സംശയിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, അതുമല്ലെങ്കിൽ ഒരു ഉത്തരം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വചനം നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരം ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും എന്നുള്ളത്. ഈ ഒരു വചനമാണ് ഈ മകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഫോൺസ് എന്ന മകളെ ബഹ്റൈനിൽ വന്ന മകൾ സാക്ഷ്യത്തിൽ പറയുന്നത്. തുടർന്ന് ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഈ വചനം
കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെയാ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ വരെ എത്തി. കൂട്ടത്തിൽ ആ മകള് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈശോ തന്ന വേറൊരു മെസ്സേജ് ഇതാണ്: ജീവിതത്തിൽ ഇതുപോലെയാ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലെ ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഉരുവിട്ടാൽ നമ്മൾ പോലും അറിയത്തില്ല. പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ നമ്മൾ അറിയില്ല അതിൻ്റെ വേദനയോ തളർച്ചയോ ഒന്നും നമ്മൾ അറിയില്ല. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് വെളിപാട് വചനമാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന്, അതുമല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോകുമ്പോൾ, അതുമല്ലെങ്കിൽ സാത്താൻ്റെ മേൽ വിജയം നേടാനുള്ള ഒരു വചനമാണത്. വെളിപാട് 12:11 തിരുവചനം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി, ജീവൻ നൽകാനും അവർ തയ്യാറായി. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു ദൈവ പൈതൽ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു സമയമാണ് എന്നാണ് ആദ്യമായിട്ട് അത് തിരിച്ചറിയേണ്ടത്. പിന്നെ എപ്രകാരമാണ് അവർ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അതായത് വെളിപാട് 12:11 തിരുവചനം. കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള സാക്ഷ്യം, അതുപോലെ തന്നെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടുള്ള ഒരു സാക്ഷ്യം. ഈ മകളുടെ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടു, മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതായത് ഈശോയുടെ കുരിശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സഹനത്തിൽ പങ്കുചേരാനാണ് ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്, ഇങ്ങനെ ഒരു മുട്ടിൽ നിറങ്ങാനുള്ളൂ. പക്ഷേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊക്കെ വലിയ കൃപകളൊക്കെ സ്വന്തമാക്കി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പുരാതന സർപ്പത്തിൻ്റെ, സാത്താൻ്റെ ഒരു ആധിപത്യം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന ഈ സാത്താൻ്റെ ആധിപത്യം ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവപിതാവ് ഈ മകൾക്ക് പറഞ്ഞു കൊടുത്തൊരു സൂത്രവാക്യമാണ്. അതായത് ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതെ, പിന്നീട് ഈ മകള് പറഞ്ഞു വെക്കുന്ന പ്രകാരമാണ്: ഈശോയും അമ്മയും കൂടെ നമ്മളെ നിത്യതയാകുന്ന ആ ഫിനിഷിംഗ് പോയിന്റിൽ, ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യും പിടിച്ച് നമ്മളെ എത്തിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് അപ്പോൾ ഈശോ തന്നത്. നമുക്കറിയാം, ജീസസ് ദ വേ ടു ദ ഫാദർ. അതെ, ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് എത്താൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച്, ഈശോയെ കൂട്ടുപിടിച്ച് നമ്മൾ യാത്ര ചെയ്താൽ മതി. ഇതാണ് ഈ മകള് പറയുന്ന ഒരു സ്വർഗീയ രഹസ്യം എന്നുള്ളത്. ഈ ഒരു സാക്ഷ്യം നമ്മൾ മനനം ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ആളാണ് ദൈവമാതാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 തിരുവചനം. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ അമ്മ നിന്നിരുന്നു. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായും അവസാനം വരെയും പങ്കാളിയായ ദൈവമാതാവ് തീർച്ചയായിട്ടും മരിയൻ ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന ഈ പുരാതന സർപ്പം ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം സർപ്പങ്ങളെപ്പോലെ വേഗമതികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിട്ട് വ്യാപരിക്കുവാൻ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതലിന് പരിശുദ്ധ അമ്മയുടെ സഹായം ഉറപ്പായും വേണം. അത് നമ്മളാരും പറഞ്ഞതല്ല, ദൈവപിതാവ് തന്നെ അവസാന ശ്വാസം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ വലിക്കുന്നതിന് മുമ്പ് ഈ തിരുസഭയുടെ മുഴുവൻ സംരക്ഷണവും പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിക്കുന്നുണ്ട്. അതാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറയും. തുടർന്ന് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അന്നു മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ, സ്വന്തം വീട്ടിൽ അവളെ സ്വീകരിച്ചു. മരിയൻ ഉടമ്പടിയിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. മരിയൻ ഉടമ്പടി എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ദൈവപിതാവിനോട് കൂടിയാലോചന നടത്തി നിങ്ങൾ മുന്നേറുമ്പോൾ
ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞാടിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാക്ഷ്യത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുമ്പോൾ തക്ക സമയത്ത് നിങ്ങളെയും ദൈവപിതാവ് ഉയർത്തും എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ്. ഈ മകൾ പറയുന്ന ഭൗതിക നേട്ടം ഇതാണ്. അതായത് ഈ മകള് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്യപ്പെട്ടത്. അതിനു മുമ്പ് അക്കോമഡേഷൻ അലവൻസ് കൊടുത്തിരുന്നില്ല, പക്ഷേ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ അലവൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ അക്കോമഡേഷൻ കട്ട് ചെയ്തപ്പോഴാണ് അഡീഷണൽ ആയിട്ട് ഒരു അക്കോമഡേഷൻ അലവൻസ് അനുവദിച്ച് കിട്ടിയത്. ഈ മകള് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നുള്ളത് എന്നും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് ഈ മകൾക്ക് ആ ആനുകൂല്യം കിട്ടിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് സ്വന്തം സാക്ഷ്യ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച ഈ മകളുടെ അടുത്തേക്ക് ദൈവമാതാവ് സഞ്ചരിച്ചെത്തിയാണ് ആ മകളുടെ ഫയലിൽ ഒപ്പിട്ട് ആ മകളെ സ്വപ്നത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വെള്ള ടേബിളിൽ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ സഞ്ചരിച്ചെത്തുന്ന ഒരു വിഷയം, അതേ ദൈവമാതാവ് സഞ്ചരിച്ചെത്തിയാണ് ആ വിഷയം നടപ്പിൽ വരുത്തുന്നത്. ആ മകൾക്ക് അക്കോമഡേഷൻ അലവൻസ് അനുവദിച്ച് കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാൻ 19:25 കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ദൈവമാതാവ് നമ്മുടെ ജീവിതത്തിലും മരണത്തിൻ്റെ താഴെയുള്ള എല്ലാ വിഷയങ്ങളുടെയും മേലും ദൈവമാതാവിനെ കൂട്ടുപിടിച്ചാൽ, പരിശുദ്ധ അമ്മയെ നിങ്ങൾ കൂടെ നിർത്തിയാൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഒരു മേൽനോട്ടം എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവും. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ദൈവമാതാവ് തീർച്ചയായിട്ടും പുത്രൻ്റെ അടുത്ത് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഇന്ന് ഞങ്ങളുടെ കൂടെ മരിയൻ ഉടമ്പടിയിൽ നാളിതുവരെ സഞ്ചരിച്ചതിന് നന്ദി പറയുന്നു. തക്ക സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും സാക്ഷ്യങ്ങൾ പറയാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്നു. വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വലിയൊരു ശുശ്രൂഷയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്, സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ച് മുന്നേറേണ്ടത് എന്നുള്ളത്. ഈശോയെ, കുരിശുകളുണ്ടാകുമ്പോൾ അത് പരാതി കൂടാതെ പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിത്യത കരയേറ്റുവാൻ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.